വൈറ്റില മൊബിലിറ്റി ഹബ്ബിലെ പൊടിശല്യത്തിനെതിരെ കുത്തിയിരുന്ന പ്രതിഷേധവുമായി കൗൺസിലർ സുനിത ഡിക്സൺ. 6 മാസത്തോളമായി പൊടിശല്യം കൊണ്ട് യാത്രക്കാർ ദുരിതം അനുഭവിക്കുകയാണെന്ന് കൗൺസിലർ പറയുന്നു. പണം ലഭിക്കാത്തതാണ് പ്രതിസന്ധി എന്നാണ് കോൺട്രാക്ടറുടെ വാദമെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. മൂക്ക് പൊത്താതെ ഹബ്ബിലൂടെ നടക്കാനാകില്ല എന്ന് യാത്രക്കാരും പറയുന്നു. വൈറ്റില മൊബിലിറ്റി ഹബിലെ അവസ്ഥയാണിത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട അത്രയും പൊടിയല്ല. ഈ പൊടി നിറഞ്ഞ ആളുകളെ കാണാൻ പറ്റാത്ത വിധത്തിലാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഹബിനകത്തെ അവസ്ഥ. 10,000-കണക്കിന് യാത്രക്കാർ ദിവസവും വന്നിറങ്ങി പോകുന്ന ഈ ഹബിൽ കഴിഞ്ഞ 6 മാസമായി ഇതേ ദുരിതം തുടരുകയാണ്. എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് കൗൺസിലർ സുനിത ഡിക്സന്റെ നേതൃത്വത്തിൽ ഇവിടെ കുത്തിയിരുന്ന ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഈ പൊടി ശല്യത്തിന് ഒരു പരിഹാരം വേണം. വൈറ്റിലയിൽ പൊടി യാത്രയാണ് പുരോഗമിക്കുന്നത്. അധികാരികൾ കണ്ണ് തുറക്കണമെന്നതാണ് അവരുടെ ആവശ്യം. കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. കാരണം 6 മാസത്തോളം നമ്മൾ അവരുടെ പുറകിൽ നടന്നു. ഇപ്പം വന്നേക്കുന്ന MD ഒരു സഹകരണം ഇല്ലാത്തത്. മൊബിലിറ്റി ഹബ്ബായ പുള്ളിക്ക് താല്പര്യമില്ല, ശമ്പളം മാത്രം കിട്ടിയാൽ മതി. പുള്ളിക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയണ്ട. ജനങ്ങൾ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയറിയാം, കടക്കാർക്ക് കച്ചവടമില്ല. നമുക്കൊരു പ്രേതാലയത്തിൽ കയറണ പോലെയല്ലേ ഇപ്പോൾ ഹബിലോട്ട് വന്നു കഴിഞ്ഞാൽ. മെട്രോ സിറ്റി വൈറ്റില ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമൊട്ടുക്കും എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി പറയണേ, അത്ര വികസനമാണ് ഇവിടെ നടക്കണേ അല്ലേ? എന്ത് വികസനം ഇവിടെ നടക്കണേ? പരിഹാരമാകും വരെ ഇവിടെ ഇരിക്കുമോ? എന്താണ് പരിഹാരം ഉണ്ടാക്കണമല്ലോ. അവരുടെ തീരുമാനം എന്താണെന്ന് നമുക്കിന്ന് അറിയണം. അറിഞ്ഞിട്ടേ നമുക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു തീരുമാനം എടുക്കാതെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നാളെ തുടങ്ങി ഞാൻ വേണമെങ്കിൽ ഇവിടെ നിരാഹാരം കിടക്കേണ്ടി വരും. ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാറ്റൊന്ന് ശക്തിയായി വീശി അടിച്ചാലൊക്കെ ആളുകൾക്ക് ഇതുപോലെ മാസ്ക് വെക്കാതെ നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമ്മൾ നേരത്തെ KSRTC ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയുമായിരുന്നു, മഴയൊന്ന് പെയ്താൽ വെള്ളത്തിനടിയിലാകുമെന്ന്. പക്ഷേ ഇവിടെ വൈറ്റില മൊബിലിറ്റി ഹബിൽ കാറ്റൊന്ന് വീശിയാൽ മരുഭൂമിയിൽ പൊടിക്കാറ്റടിക്കുന്നത് പോലെ ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് യാഥാർത്ഥ്യമാണ്. എങ്ങനെ ഇതിന് പരിഹാരം കാണുമെന്നതാണ് ഉയർന്ന ചോദ്യം. പരിഹാരം കണ്ടില്ലെങ്കിൽ ഇന്നത്തെ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ മുതൽ നിരാഹാര സമരത്തിലേക്ക് പോകുമെന്നതാണ് കൗൺസിലർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുപോലെ പൊളിച്ചിട്ടിരിക്കുകയാണ്, മണലുകൾ കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഈ പൊടിശല്യം ഇത്രയും രൂക്ഷമാകാനുള്ള കാരണം. എങ്ങനെ പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ക്യാമറമാൻ ബിനു പാവമ്പയ്ക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.